സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്. ഓക്കെ. നമ്മളിതിൽ RBP ആണ് നമ്മൾ പഠിച്ചത്. RBP മാനേജ് പെർമിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കാനും പെർമിഷൻ ചെയ്യാനും. പക്ഷെ നമ്മൾ സുരാഗ് കെവിൻ എന്ന് പറഞ്ഞ് ആ 2 പ്രൊഫൈലിനെ ഒരു ഗ്രൂപ്പ് ആക്കി ഉണ്ടാക്കി മാത്രമേ ചെയ്തോളൂ. പെർമിഷൻ ലാസ്റ്റ് കാണിച്ചു തന്നിട്ടില്ല എങ്ങനെയാന്നുള്ള. അപ്പൊ നമ്മൾ പെർമിഷനിലോട്ട് പോവാണ്. അപ്പം പാസ്വേഡ് മാറിപ്പോയി. അപ്ഡേറ്റ് പാസ്വേഡ്. ഓക്കെ. മാനേജ് പെർമിഷൻ ഗ്രൂപ്പിന്റെ അകത്താണ് നമ്മൾ സുരാഗിനെയും കെവിനെയും കൊണ്ടുവന്നത് അല്ലേ? സുരാഗിനെയും കെവിനെയും കൊണ്ടുവന്നു. സൂപ്പർ അഡ്മിൻസ് എന്നാണ് ഇട്ടത് നമ്മൾ. സൂപ്പർ അഡ്മിൻസ്. സുരാഗ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എപ്പോഴും ഓർക്കണം, ഞാൻ ഏത് പ്രൊഫൈലാണോ സുരാഗിന് കിട്ടുന്നത് അയാളെയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണേ. കാരണം ഇല്ലെങ്കിൽ കൈവിട്ടു പോകും, എല്ലാ ആക്സസും പോകും. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ഷുബാഡ് എന്ന് പറഞ്ഞിട്ട്, ഷുബാഡല്ലേ, ഷുബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിം വെറുതെ കൊടുക്കുക. നമ്മുടെ പ്രൊഫൈല് അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഞാൻ അവിടെ ടെക്സ്റ്റ് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാര്യമൊന്നുമില്ല. ഇനി റോൾസിൽ പോവാം. സൂപ്പർ അഡ്മിൻസ് ആണ്. റോൾസിൽ പോവാം. മാനേജ് പെർമിഷൻ റോൾസ്. ഈ ഒരു അഡ്മിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് ആക്സസിന്റെ ചെയ്തുണ്ടല്ലേ, അല്ലെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഇപ്പോ സൂപ്പർ അഡ്മിൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സൂപ്പർ അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ അഡ്മിൻ എന്ന് SAP പറഞ്ഞാലും സ്റ്റാൻഡേർഡ് ടെർമിനോളജി സൂപ്പർ അഡ്മിൻ നമ്മൾ വിളിക്കുന്നെങ്കിലും ചില കമ്പനി അത് സിസ്റ്റം അഡ്മിൻ തന്നെ ഇട്ടേക്കും. ഇവിടെ ഇപ്പൊ സിസ്റ്റം അഡ്മിൻ ആണ്. ഈ സിസ്റ്റം അഡ്മിനിൽ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആക്സസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുഴുവൻ എംപ്ലോയീസ്, ഓൾ എംപ്ലോയീസ്. ടാർഗറ്റും ഓൾ എംപ്ലോയീസ് ആണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാവരും സൂപ്പർ അഡ്മിൻ ആണ്. അപ്പൊ നമ്മുടെ നമ്മളിപ്പോ ലോഗിൻ ചെയ്യുന്ന ഷുബാഡ് എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുന്നതല്ലേ? അതെ. പെട്ടെന്ന് നമ്മള് ഈ സുരാഗ് കെവിൻ എന്നും പറയുന്ന സൂപ്പർ അഡ്മിൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഗ്രാൻഡ് ചെയ്യുകയും ടാർഗറ്റ് എല്ലാ എംപ്ലോയീസും കൊടുത്തു കഴിഞ്ഞാൽ ഇനി സൂപ്പർ അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ കെവിനും സുരാഗിനും മാത്രമല്ലേ പറ്റുള്ളൂ. അങ്ങനെ. ഷുബാഡിന് ആക്സസ് പോയില്ലേ? പോയി. പക്ഷെ നമ്മൾ ഇതിനകത്ത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ല. പണി വളി തന്നെ. നമ്മള് എംപ്ലോയി പ്രൊഫൈൽ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിന് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അബദ്ധം പറ്റി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാനും പറ്റില്ല, കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ SAP വിളിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇമെയിൽ അയച്ച് അവരെ ടിക്കറ്റ് റൈസ് ചെയ്ത് ഇമെയിൽ അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. സുരാഗ് കെവിന് ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അഥവാ പാസ്വേഡ് എങ്ങാനും സെറ്റ് ചെയ്യാൻ മറന്നുപോയാൽ, പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റീസെറ്റ് യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലുണ്ട്. അങ്ങനെ പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇയാളെ ലോഗ് ഔട്ട് ചെയ്തിട്ട് കെവിനോ സുരാഗോ ആയിട്ട് ലോഗ് ചെയ്ത പ്രശ്നമില്ല. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ മറന്നുപോയാൽ നമ്മൾ വലിയ കാര്യത്തിൽ ഇവിടെ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇനി ഒന്ന് റിഫ്രഷ് അടിച്ചാൽ മതി, എല്ലാ ആക്സസും പോകും, ഫുൾ ആക്സസും പോകും. സോ ഇവിടെ ഇപ്പൊ ഞാൻ സിസ്റ്റം അഡ്മിനിൽ വരികയാണ്. സിസ്റ്റം അഡ്മിൻ ഓൾറെഡി പെർമിഷൻസ് എല്ലാം ഉണ്ട്. ഈ അസൈൻമെന്റിലല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ എവരിവണ്ണും ഓൾ എംപ്ലോയീസും അല്ലേ, ആക്സസ് പോപ്പുലേഷൻ. ഇനി ഒരാൾക്ക് ഏതൊക്കെ ആക്സസ്, ഇവിടെ മൾട്ടിപ്പിൾ ആക്സസ് കാണുന്നുണ്ട്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആക്സസ് കൊണ്ടുവരാൻ പറ്റും. റീസൺ, എല്ലാ എംപ്ലോയീസിനും ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് എംപ്ലോയി സെൽഫ് സർവീസ് അല്ലേ? അപ്പൊ അതൊരു ആക്സസ് ആയില്ലേ? ഒരു ആക്സസ് ആയി. അപ്പൊ പിന്നെ ഇനി HR കൊടുക്കുകയാണെങ്കിൽ HR 2 എണ്ണം ആയില്ലേ? HR ആക്സസും ഉണ്ട്, എംപ്ലോയി സെൽഫ് സർവീസും ഉണ്ട്. മാനേജറിന്റെ ഉണ്ട്, എംപ്ലോയി സെൽഫ് സർവീസും ഉണ്ട്. ഡയറക്ടറും ഉണ്ട്, എംപ്ലോയി സെൽഫ് സർവീസും ഉണ്ട്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, RBP
ട്രബിൾ ഷൂട്ടിംഗ്. പണ്ട് ഇതിന്റെ ടൂളിന്റെ പേര് വ്യത്യാസമായിരുന്നു, ഇപ്പൊ പുതിയ ടൂളാണ് RBP ട്രബിൾ ഷൂട്ടിംഗ്. ഇത് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് സുരാഗിന്റെ ഒന്ന് നോക്കാം. സുരാഗിന്റെ പ്രൊഫൈൽ, സുരാഗ് എന്ന് ടൈപ്പ് ചെയ്യാം, പേരോ എന്താണ് ടൈപ്പ് ചെയ്യാം. സുരാഗ് KS, ഫങ്ഷണൽ കൺസൾട്ടന്റ്, എഞ്ചിനീയർ അല്ലല്ലോ, ഫങ്ഷണൽ കൺസൾട്ടന്റ് ആണ്. സെർച്ച് കൊടുക്കുക. ഇപ്പൊ താഴെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പം സുരാഗിന് ഏത് ആക്സസ് ഒക്കെ ഉണ്ട്? സിസ്റ്റം അഡ്മിൻ ഉണ്ട്. കാരണം എംപ്ലോയീസ് എല്ലാവരും അല്ലേ, സിസ്റ്റം അഡ്മിനിൽ എല്ലാവരും സൂപ്പർ അഡ്മിൻസ് ആണ്. സോ സിസ്റ്റം അഡ്മിൻ ഉണ്ട്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ HR റോളും ഉണ്ട്. തനിക്ക് HR റോളും ഉണ്ട്, റിക്രൂട്ടേഴ്സും ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ആരോ HR റോളിന്റെ അകത്തും എവരിവൺ കൊടുത്തു. അപ്പൊ എല്ലാവർക്കും കിട്ടുകയല്ലേ, എല്ലാ എംപ്ലോയീസിനും കിട്ടുകയല്ലേ. റിക്രൂട്ടേഴ്സിന്റെ അകത്തും ആരോ എവരിവൺ കൊടുത്തു. ഇനി ഈ റിക്രൂട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ പഠിക്കാൻ വേണ്ടിയാണ്, ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് ചെയ്യാവുള്ളൂ. ഡിലീറ്റ്, ഈ അസൈൻമെന്റ് ഡിലീറ്റ് ചെയ്യാവുള്ളൂ, പെർമിഷൻ ഡിലീറ്റ് ചെയ്യരുത്. ഇനി ഇനാക്റ്റീവ് ആയി ഓട്ടോമാറ്റിക്കലി, ഇനാക്റ്റീവ് ആയി, മുകളിൽ ഇനാക്റ്റീവ് ആയി. ഇനി RBP ഇപ്പൊ നോക്കിക്കോ, ഒന്നും കൂടെ സെർച്ച് ചെയ്യാം. ഇപ്പൊ റിക്രൂട്ടേഴ്സ് ഉണ്ടോ? ഇല്ല, റിക്രൂട്ടേഴ്സ് പോയി. ഇനി ആകെ തലവേദന ഉള്ളത് HR റോളാണ്, ഇല്ലേ? HR റോളാണ്. അപ്പൊ HR റോളിന് വേണ്ടി ഈ HR റോളിൽ പോവുക, അസൈൻമെന്റിൽ പോവുക. ആക്ച്വലി എവരിവൺ എന്ന് പറയുന്നത് തെറ്റാണ്. ആദ്യം എഡിറ്റ് ചെയ്യുക. ഇവിടെയാണ് റോൾ അസൈൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ അസൈൻ ചെയ്യുന്നത്. ഗ്രാൻഡ് കണ്ടില്ലേ, ഗ്രാൻഡ് ആക്സസ്, ടാർഗറ്റ്. ആക്ച്വലി HR എല്ലാവർക്കും ഉള്ളതാണോ? അല്ലല്ലോ. HR ആക്സസോ? HR ആക്സസ് എല്ലാവർക്കും ഉള്ളതല്ലല്ലോ, HR-ന് മാത്രമല്ലേ. ഇവിടെ എംപ്ലോയിഡ് അവിടെ ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ HR മാനേജർ എന്ന് കണ്ടോ. HR മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ HRBP, അതാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ല HR-ന്റെ മാനേജർ എന്നല്ല. HR മാനേജർ എന്ന് പറഞ്ഞാൽ സാധാരണ HR തന്നെ ഉദ്ദേശിക്കുന്നത്. ഈ HR സെലക്ട് ചെയ്ത് ഇപ്പോൾ ഓള് കൊടുത്താൽ എല്ലാ HR-നും ആണെന്നല്ലേ. എംപ്ലോയി എന്നതിനെ സെലക്ട് ചെയ്ത് ഓള് കൊടുത്താൽ എല്ലാ എംപ്ലോയീസും, അതിനകത്ത് HR-ഉം എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇവിടെ HR-ന് കിടപ്പുണ്ട്. അപ്പൊ HR ഓള് കൊടുക്കുമ്പോൾ HR-ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് സിസ്റ്റത്തിന് HR ആണെന്ന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രൊഫൈലിലും, എല്ലാ എംപ്ലോയി പ്രൊഫൈലിലും ആരും ഇവിടെ HR എന്ന് എഴുതിയാൽ അത് HR ആവില്ല. എല്ലാ പ്രൊഫൈലിലും ഈ എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷന്റെ കീഴിൽ ജോബ് റിലേഷൻഷിപ്പ് കണ്ടോ, ജോബ് റിലേഷൻഷിപ്പ്. ഇവിടെയാണ് നമ്മൾ HR-നെ ഡിഫൈൻ ചെയ്തത്. ഇപ്പം ജോബ് റിലേഷൻഷിപ്പിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ട് ജനുവരി 1-ാം തീയതി മുതൽ, അത് നേരത്തെ കാണും, സിസ്റ്റത്തിൽ കാണും. ആഡ് HR മാനേജർ ഉണ്ടോ, എന്നിട്ട് ഇവിടെ ആളെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇർവി എന്ന് പറഞ്ഞ ആരെങ്കിലും ആഡ് ചെയ്തു, ഇർവി. സെയിം. ഇപ്പൊ ഷാർലി ഹുബാർഡ് എന്ന് പറയുന്ന ആളുടെ HR ഇർവി ആയില്ലേ. ഇങ്ങനെ എല്ലാ പ്രൊഫൈലിലും ഇതുപോലെ HR മാനേജർ എന്ന് പറഞ്ഞ ഓരോ വ്യക്തി കാണത്തില്ലേ. അപ്പൊ സിസ്റ്റത്തിന് ഈസിലി മനസ്സിലാവില്ലേ HR മാനേജർ എവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന്. സ്റ്റാൻഡേർഡ് ആയിട്ട്, നമ്മൾ കസ്റ്റം അല്ല, സ്റ്റാൻഡേർഡ് ആണ്. അല്ല, ഇതിപ്പോ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്, ബട്ട് ബൈ ഡിഫോൾട്ട് അങ്ങനെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അല്ല, ഇത് കസ്റ്റമർ ഇപ്പൊ ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഇവിടെ ഡാറ്റ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല, വെറും ഡാറ്റ ആഡ് ചെയ്തു. ഇത് ഏത് HR-നും ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡാറ്റ ആഡ് ചെയ്തു. അപ്പൊ ഇത് ബൈ സ്റ്റാൻഡേർഡാണ്, കാരണം HR മാനേജർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ്, എംപ്ലോയി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇവിടെ HR മാനേജറിനെ കൊടുക്കാളൂ. HR മാനേജർ എന്ന് കൊടുത്തിട്ട് ഇവിടെ ടാർഗറ്റ് പോപ്പുലേഷനിൽ ഗ്രാൻഡ് യൂസേഴ്സ് HR റിപ്പോർട്ട്, ഈ HR ആരൊക്കെ ആയിട്ടാണോ അലൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ റിപ്പോർട്ട് മാത്രം, അവരുടെ മാത്രം കണ്ടാൽ മതി. അതാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. പിന്നെ എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് വേണം. ഇത് ഗ്രാൻഡ് യൂസേഴ്സ് ഓൾസോ ഹാവ് സെയിം ആക്സസ് ടു ദംസെൽഫ്, അത് വേണ്ട. എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ്, സ്വന്തം പ്രൊഫൈൽ HR ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ്, സേവ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കേ, HR റോള് ഓൾ HR മാനേജേഴ്സ്, അവരുടെ കീഴിലുള്ള ആൾക്കാർ മാത്രം, സ്വന്തം പ്രൊഫൈൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതല്ലേ പെർഫെക്റ്റ്? അത് ഓൾ എംപ്ലോയീസ് അല്ലല്ലോ. ഇനി RBP ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ കണ്ടോ, HR റോള് നേരത്തെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ സെർച്ച് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇപ്പൊ HR റോൾ ഉണ്ടോ?
HR റോൾ ഇല്ല. ഇപ്പൊ സിസ്റ്റം അഡ്മിൻ, നമ്മുടെ സൂപ്പർ അഡ്മിൻ, ഇത് വിട്ടേക്കാം. ഹോം പേജ് 3 ടൈൽ വ്യൂ, അത് കുഴപ്പമില്ല, അതൊരു ഗ്രൂപ്പാണ്. എംപ്ലോയി സെൽഫ് സർവീസ് ഉണ്ടോ ബൈ ഡിഫോൾട്ട് ആയിട്ട്? എംപ്ലോയി സെൽഫ് സർവീസ് ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. ബാക്കി സിസ്റ്റം അഡ്മിനാണ്. ഇനി ഞാൻ ഇർവി എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യം എടുത്ത് കാണിച്ചില്ല. ഇർവി നമ്മൾ നേരത്തെ HR ആക്കിയ ആള്, അവരെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇപ്പൊ സിസ്റ്റം അഡ്മിൻ കാണും, കാരണം എംപ്ലോയി എല്ലാവരും സിസ്റ്റം അഡ്മിൻ ആണ്. അതുപോലെ അവർക്ക് HR റോളും കാണും. ഇനി അഡീഷണൽ ആയിട്ട് അവർക്കുള്ളത് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടിയിട്ടുള്ള എംപ്ലോയി സെൽഫ് സർവീസ് കണ്ടോ, എംപ്ലോയി സെൽഫ് സർവീസ്. ഇത് ലേണിംഗ് ആക്സസ് ആണ്, അത് പ്രശ്നമില്ല. ലേണിംഗ് ആക്സസും എല്ലാവർക്കും കിട്ടും. എംപ്ലോയി സെൽഫ് സർവീസ്, HR റോൾ, സിസ്റ്റം അഡ്മിൻ. ഓക്കെ, ഇനി നമ്മൾ ഐശ്വര്യമായിട്ട് സിസ്റ്റം അഡ്മിനിൽ പോവാണ്. റിക്രൂട്ടർ സെലക്റ്റീവ് ആക്കി. ഇനി ധൈര്യമായിട്ട് സിസ്റ്റം അഡ്മിനിൽ പോകുന്നു. അസൈൻമെന്റ് എടുക്കുന്നു. ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു. അസൈൻമെന്റ് എഡിറ്റ് കൊടുക്കുന്നു. ഗ്രാൻഡ് ആക്സസ് എംപ്ലോയി തന്നെയാണ്, പക്ഷെ ഓൾ അല്ല. ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഗ്രൂപ്പ്സ് കൊടുക്കുക. നമ്മുടെ സൂപ്പർ അഡ്മിൻസ് എടുക്കുക. നമ്മൾ മൂന്നുപേരും, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഫൈലും സുരാഗും കെവിനും ഉള്ള സൂപ്പർ അഡ്മിൻസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. എല്ലാവരും ടാർഗറ്റ് പോപ്പുലേഷൻ എല്ലാവരുമാണ്. നമുക്ക് നമ്മുടെ ആക്സസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷേ എക്സ്ക്ലൂഡ് ഗ്രാൻഡ് യൂസേഴ്സ് എന്നുള്ളത് ഇപ്പൊ കൊടുക്കണ്ട. നെക്സ്റ്റ് സേവ്. ഇപ്പൊ നമ്മൾ മൂന്നുപേരും, ഞാനും താനും ഈ ഷുബാഡുമാണ് സൂപ്പർ അഡ്മിൻസ്. ഇനി RBP പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇർവിയെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിൻ എന്നുള്ളത് അതൊന്ന് റിഫ്രഷ് ചെയ്യും. ഇർവി സിംഗ് സെർച്ച്, സിസ്റ്റം അഡ്മിൻ ഉണ്ടോ? HR റോളും എംപ്ലോയി ലോഗിനും ബേസിക് ആക്സസും ലേണിംഗ് ആക്സസും അല്ലാതെ വേറെ ഒന്നുമില്ല. കാണുന്നുണ്ടോ? API യൂസറിനൊക്കെ ആരടാ എന്നുവെച്ചാൽ API യൂസർ നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. API യൂസർ അതും API ഉള്ളൂ. ദൈവമേ, ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൂപ്പർ അഡ്മിൻ ഞാൻ പറഞ്ഞു, ഇവന്മാർ ആരാണ് ഈ RBP ഒള്ളി? ഓൾറെഡി ഇത് RBPയുടെ ആണ്. അപ്പൊ RBP ഒള്ളി എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന്റെ ലോജിക് ഇവിടെ ഇല്ല. ഇത് RBPക്ക് വേണ്ടിയോ? ഇത് റോൾ ബേസ്ഡ് പെർമിഷന് വേണ്ടിയുള്ളതല്ലേ? ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. ഫീൽഡേ തെറ്റാണ്, അത് HAP എന്തുകൊണ്ടെടുത്ത് കളയുന്നതെന്ന് അറിയുന്നില്ല. ഫൈൻ. ഇനി ഞാൻ ഇർവി എന്ന് പറയുന്ന പ്രൊഫൈൽ, ഇപ്പം ആക്സസ് സിസ്റ്റം അഡ്മിൻ ആരൊക്കെയാണ്? നമ്മൾ മൂന്നുപേരുമാണ്. അതെ, നമുക്ക് ഈ ആക്സസ് നമുക്ക് എതിരായിട്ട് കൊടുത്തിട്ടില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആരുടെ പ്രൊഫൈലിൽ പോകാനും പറ്റും. അപ്പോ ആദ്യം സ്വന്തം പ്രൊഫൈലിൽ പോവാം. മൈ എംപ്ലോയി ഫയൽ, ഈ ഷുബാഡിന്റെയോ കെവിനോ ആരുടെ ആയിക്കോട്ടെ. സ്വന്തം ഇപ്പം കെവിനും സുരാഗിനും പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട് ഇവരായിട്ട് ലോഗിൻ ചെയ്തു. സ്വന്തം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, എഡിറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ സ്വന്തം പ്രൊഫൈൽ ഓക്കെ. ഇനി വേറൊരാളുടെ പ്രൊഫൈൽ, ഇർവി എന്ന് പറയുന്ന അവരുടെ പ്രൊഫൈലിൽ പോകുന്നു. അവരുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലും നമുക്ക് എഡിറ്റും ഹിസ്റ്ററിയും ഈ പറയുന്ന ഡിലീറ്റും എല്ലാം ഉണ്ട്. അപ്പൊ സ്വന്തം പ്രൊഫൈലും നമുക്ക് ചെയ്യാം. നമ്മള് ഫങ്ഷണൽ കൺസൾട്ടൻസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് എംപ്ലോയി പ്രൊഫൈൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ, വെറും എംപ്ലോയി പ്രൊഫൈൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇർവി എന്ന് പറയുന്ന ആളുമായിട്ടൊന്ന് പ്രോക്സി ചെയ്യാം. പ്രോക്സി എന്നത് മനസ്സിലായല്ലോ, ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. വേറൊരാളുടെ പ്രൊഫൈലിൽ അയാളായിട്ട് ലോഗിൻ ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് സിസ്റ്റത്തിൽ. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അത് സെറ്റ് ചെയ്യുന്നതും ഈ പെർമിഷനിലും തന്നെയാണ്. അതിനെ പ്രോക്സി മാനേജ്മെന്റ് എന്ന് പറയും. കണ്ടോ, പ്രോക്സി. പിന്നെ പ്രോക്സി മാനേജ്മെന്റ് ഇതിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. എഡിറ്റ് കൊടുക്കാത്തുള്ളതുകൊണ്ട് കൺട്രോൾ F അടിച്ച് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ ഇർവി ആയിട്ട് പ്രോക്സി ചെയ്യുന്നു. അപ്പൊ ഇർവി ഇപ്പൊ സൂപ്പർ അഡ്മിൻ അല്ലല്ലോ, സൂപ്പർ അഡ്മിൻ അല്ല. HR റോളും
എംപ്ലോയി സെൽഫ് സർവീസ് മാത്രമാണ് ബേസിക് ഉള്ളത്. അയാളായിട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം നോക്കിക്കോ. ഷാർലി ഹുബർഡ് ഓൺ ബിഹാഫ് ഓഫ് ഇർവിയാണ്. അയാളുടെ പ്രൊഫൈലോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നാഷണൽ ഐ ഡി കാർഡ്? ഇല്ല. നമുക്കതുണ്ടായിരുന്നു. അഡ്രസ് അയാളുടെ സ്വന്തം അഡ്രസ്സാണ് അയാൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എഡിറ്റ് ബട്ടനും ഹിസ്റ്ററി ഉണ്ട്, പോസിബിൾ ആണ്. ഇനി പേഴ്സണൽ ഇൻഫർമേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കാം, പക്ഷേ എഡിറ്റോ ഡിലീറ്റോ ഉണ്ടോ? ഇല്ല. നമുക്കുണ്ടായിരുന്നില്ലേ? ബയോഗ്രഫി നമുക്ക് എഡിറ്റ് ഉണ്ട്, ഇവിടെ എഡിറ്റ് ഇല്ല. ഇനി സ്വന്തം ജോബ് ഇൻഫോർമേഷനിൽ പോയാൽ എഡിറ്റ് ഉണ്ടോ? ഇല്ല. ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാൻസൽ ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇൻസെർട്ട് ന്യൂ റെക്കോർഡും ഇല്ല, എഡിറ്റും ഇല്ല, ഡിലീറ്റും ഇല്ല. ഇനി ജോബ് റിലേഷൻഷിപ്പ് അവിടെ HR കണ്ടോ, കറക്റ്റ് HR മാനേജർ. അതും അവർക്ക് ഹിസ്റ്ററി കാണാനേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഡേറ്റ് മുതൽ ഇതാണ് HR എന്നും ഇനി HR മാറിയിട്ടുണ്ടെങ്കിൽ ആ എഫക്റ്റീവ് ഡേറ്റ് കാണാൻ പറ്റും, അത്രേ പറ്റുള്ളൂ. ക്യാൻസൽ ചെയ്യാം, അല്ലാതെ എഡിറ്റോ ഡിലീറ്റോ പറ്റില്ല. അപ്പൊ പെർമിഷൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പുള്ള ആൾക്കാർ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പെർമിഷൻ. ഇപ്പം ഒരു വ്യക്തിയുടെ പെർമിഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു RBP ട്രബിൾ ഷൂട്ടിംഗ്. RBP ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ടൂളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ പെർമിഷൻ ഉണ്ട്, ഏതൊക്കെ റോളിലാണ് അയാൾ അസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. RBP ട്രബിൾ ഷൂട്ടിംഗ്. അതിനകത്ത് ഇപ്പം സുരാഗ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ സുരാഗ് ഇപ്പം സിസ്റ്റം അഡ്മിനും ആണ്. തനിക്കപ്പം ഏതും കൂടെ കാണും. ഓക്കെ, ഇത് സുരാഗ് KS ഫങ്ഷണൽ കൺസൾട്ടന്റ് അല്ലേ? ഫങ്ഷണൽ കൺസൾട്ടന്റ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിനും ഉണ്ട്, പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് എംപ്ലോയി സെൽഫ് സർവീസും കാണും. കണ്ടോ, എംപ്ലോയി സെൽഫ് സർവീസും ലേണിംഗ് ആക്സസും ഉണ്ട്. അടുത്ത സുരാഗില്ലേ, വേറൊരു സുരാഗ് ഉണ്ടല്ലോ, എഞ്ചിനീയർ എന്ന് പറഞ്ഞ്, ആ സുരാഗിനെ എടുക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡയറക്ടർ, സിസ്റ്റം അഡ്മിൻ ഇല്ല. അയാൾക്ക് നോർമൽ എംപ്ലോയി ലോഗിൻ ആക്സസും ലേണിംഗ് ആക്സസും മാത്രമേ ഉള്ളൂ, സൂപ്പർ അഡ്മിൻ അല്ല. അപ്പൊ നമ്മൾ തരം തിരിച്ച് വയ്ക്കുകയല്ലേ. നോർമൽ എംപ്ലോയി എങ്ങനെയാണ്, അപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് മാത്രം വെച്ച് പോകുന്നതാണ് എംപ്ലോയീസ്. HR ഫങ്ഷണൽ കൺസൾട്ടന്റ് മാനേജർ ആകുമ്പോഴേക്കും വ്യത്യാസം വരും. ഇനി മാനേജറിനെ എടുക്കുകയാണെങ്കിൽ മാർക്കസ്, മാനേജറിന്റെ റോൾ നോക്കട്ടെ അവർ കറക്റ്റായി കൊടുത്തിട്ടുണ്ടോ എന്ന്. HR-നെ HR ആക്കിയതുപോലെ മാനേജർ റോൾ, മാനേജർ റോള് കണ്ട ഓൾ മാനേജേഴ്സ് അല്ലേ, അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾ മാനേജേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു മാനേജർ ഉണ്ട് മാർക്കസ് എന്ന് പറഞ്ഞിട്ട്. മാർക്കസിനെ ഞാൻ മാനേജറായിട്ട് എടുക്കുകയാണെങ്കിൽ സെർച്ച് കൊടുക്കുക, കണ്ട മാനേജർ റോൾ, അയാൾക്ക് മാനേജർ റോളും എംപ്ലോയി സെൽഫ് സർവീസും ആണ് കൂടുതലുള്ളത്. കണ്ടോ, മാനേജർ റോൾ, മാനേജർ റോൾ, മാനേജർ. അപ്പൊ ഏത് റോളിലാണ്, ഏതൊക്കെ റോളിൽ അയാൾക്ക് പെർമിഷൻ ഉണ്ടെന്നുള്ളത് അയാളുടെ പേര് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. എന്നിട്ട് മാനേജ് പെർമിഷൻ റോളിൽ പോയി കഴിഞ്ഞാൽ ആ റോള് നോക്കിയാൽ പോരെ. ഇപ്പം ഇർവി HR റോളിൽ കിടക്കുകയല്ലേ, ഇർവി കമ്പനി പറയാണ് HR-ലുള്ളവർക്ക് മറ്റുള്ളവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ് ചെയ്യാം, എന്നാൽ സ്വന്തം പേഴ്സണൽ ഇൻഫോർമേഷൻ എഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ HR-നകത്ത് കയറി ആദ്യം അസൈൻമെന്റ് നോക്കുന്നു. ഓക്കെ, സ്വന്തം പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫൈൻ, സമ്മതിക്കാം, അപ്പൊ ഇനി പ്രശ്നമില്ല. ആക്സസ് കൊടുത്തിരിക്കുന്ന HR-നുമാണ് ഗ്രാൻഡ് യൂസേഴ്സ് HR എന്ന് വെച്ചാൽ ടാർഗറ്റ് പോപ്പുലേഷൻ, അവരുടെ അവരുമായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള HR റിപ്പോർട്ടുകളെ റിപ്പോർട്ടീസ് എന്നാണ് പറയുന്നത്. പെർമിഷനിൽ പോവുക, എഡിറ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇത് പെർമിഷനിലാണ്. ഇവിടെ എംപ്ലോയീസ് സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റിൽ അവർക്കെല്ലാം ഉണ്ടല്ലോ, ഒരുവിധം എല്ലാം ഉണ്ട്, എഡിറ്റ് ചെയ്യാനും എല്ലാം ഉണ്ട്. അവർക്ക് പേഴ്സണൽ ഇൻഫോർമേഷൻ ഓക്കെ ഫൈൻ, പ്രിഫിക്സ് അവർക്ക് മാറ്റാം, ഫസ്റ്റ് നെയിം മാറ്റണ്ട, കാരണം അവർ മാറ്റാൻ പാടില്ല. അത് മാറ്റാം, തെറ്റുപറ്റിയാലോ. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, സഫിക്സ്. ഡിസ്പ്ലേ നെയിം അവർക്ക് മാറ്റാൻ പറ്റില്ല, ഫോർമൽ നെയിം മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് ആഡ് ചെയ്യാണ്. അത് വേണ്ട, ആഡ് ചെയ്യണ്ട, ഞാൻ അത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇർവി ആയിട്ട് പ്രോക്സി ചെയ്യാം. പ്രോക്സി ഇർവി
ഓക്കെ, സ്വന്തം പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഉം. സ്വന്തം പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇനി നമ്മളെ ഷുബാഡിനെ അല്ലേ ഇവരെ മാനേജറാക്കി വെച്ചത്, നമ്മുടെ മറ്റേ ആദ്യത്തെ ആ ആ പ്രൊഫൈല്. അപ്പൊ ഷുബാഡിനെ സെർച്ച് ചെയ്യും. ഇപ്പൊ ഇവരുടെ പ്രൊഫൈലായിട്ട് നമ്മൾ ഷുബാഡിനെ സെർച്ച് ചെയ്യാണ്. സ്വന്തം പ്രൊഫൈൽ ഒന്നും പറ്റില്ല. പക്ഷേ അവരുടെ ഷുബാഡിന്റെ പ്രൊഫൈല് കയറിയപ്പോ ഓപ്ഷൻ വന്നാണ്ടോ. സോ ഇർവി തന്നെയാണ്, പക്ഷെ ഇർവിക്ക് സ്വന്തം പ്രൊഫൈൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ടാർഗറ്റിലായിട്ടുള്ള ആൾക്കാരെ അവർക്ക് നോക്കാൻ പറ്റും. അവർക്ക് എഡിറ്റ് ഡിലീറ്റ് ഓപ്ഷൻ കണ്ടോ. പക്ഷെ അതിൽ തന്നെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ കാണുന്ന എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേ നെയിം എന്നോ ഫോർമൽ നെയിം എന്നോ എന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ഇല്ല. കാരണം ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല, പെർമിഷൻ കൊടുത്തിട്ടില്ല. അപ്പോ ഇനി അവരെ സ്വന്തം പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഇപ്പം മൈ എംപ്ലോയി ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇർവിയുടെ വരത്തുള്ളൂ. കാരണം ഇർവിയുടെ ആക്സസ്സാണ്. ഫോട്ടോയും മാറിയിട്ടുണ്ട്, ഇർവിയുടെ ആക്സസിലാണ്. അവിടെ പുള്ളിക്കാരിയുടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും ഡിസ്പ്ലേ നെയിം ഉണ്ടോ? ഡിസ്പ്ലേ നെയിം ഇല്ല. ഡിസ്പ്ലേ നെയിം ഇല്ല. കാരണം ഡിസ്പ്ലേ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡിസ്പ്ലേ നെയിം സെപ്പറേറ്റ്ലി എഴുതും. ഒരു ഫീൽഡ് ഉണ്ട്. ആ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഫീൽഡ് ഇപ്പൊ HR റോൾ എനേബിൾ ചെയ്യാൻ പോവാണ്. പെർമിഷൻ HR റോൾ തന്നെയാണ്. വ്യൂ മാനേജ് പെർമിഷൻ റോൾസ് HR റോൾ. ഈ അസൈൻമെന്റിലാണ് ഗ്രാൻഡും ടാർഗറ്റും. പെർമിഷനിലാണ് എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ചെയ്യുന്നത്. എഡിറ്റ്, നെക്സ്റ്റ്, ഈ എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡ്. കാരണം പേഴ്സണൽ ഇൻഫോർമേഷൻ ഒരു ഹിസ്റ്ററി പോർട്ട്ലെറ്റ് ആണ്. അപ്പൊ എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ് ആണ്. അതുകൊണ്ടാണ് എംപ്ലോയി സെൻട്രൽ എഫക്റ്റീവ് ഡേറ്റഡ്. ഇവിടെ ഡിസ്പ്ലേ നെയിം കണ്ടോ? എന്തെങ്കിലും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ വ്യൂ കറന്റ്, വ്യൂ ഹിസ്റ്ററി മാത്രം കൊടുക്കുകയാണ്. വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഈ രണ്ടും മാത്രം കൊടുക്കുക. എഡിറ്റ് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ കൊടുക്കുന്നില്ല. നെക്സ്റ്റ്, സേവ്. പക്ഷെ അപ്പോഴും ആലോചിക്കുക, അവർക്ക് മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ അത് കാണാനുള്ള അവകാശമേ ഉള്ളൂ. സ്വന്തം പ്രൊഫൈലിൽ പറ്റുമോ? ഇല്ല. ഇല്ല. ഒന്നും കൂടെ പ്രോക്സി ചെയ്യാം. സ്വന്തം പ്രൊഫൈലും ചെക്ക് ചെയ്യുക. സ്വന്തം പ്രൊഫൈലിൽ ഡിസ്പ്ലേ നെയിം ഇല്ല. ഷോ മോർ ഇവിടെ റൈറ്റില്ല. ഷോ മോർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ഫീൽഡിലും കാണാൻ പറ്റും. ഡിസ്പ്ലേ നെയിം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇനി നമ്മൾ ഷുബാഡ്, അതായത് ഈ ഷുബാഡിന്റെ HR ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ അസൈൻ ചെയ്ത പ്രൊഫൈലിൽ പോയിട്ടേ കാര്യമുള്ളൂ. ഷാർലീൻ ഹുബാഡ് അവിടെ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫോർമേഷനിൽ ഡിസ്പ്ലേ നെയിം വന്നോ? അവിടെ ടാർഗറ്റ് പോപ്പുലേഷനിൽ കാണാനേ കൊടുത്തിട്ടുള്ളൂ. സ്വന്തം പ്രൊഫൈല് പറ്റില്ല. ഇനി ഹിസ്റ്ററി എടുക്കുക, എഡിറ്റ് ചെയ്യുക. അവർ ഡിസ്പ്ലേ നെയിം കാണാനല്ലേ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളൂ. എഡിറ്റോ കറക്റ്റോ കൊടുത്തിട്ടില്ലല്ലോ. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ പെർമിഷൻ വർക്ക് ആവുന്ന രീതി മനസ്സിലായോ? മറ്റുള്ളവരുടെ പ്രൊഫൈല്, ടാർഗറ്റിലുള്ള ആൾക്കാരെ എങ്ങനെ നമ്മൾ കാണുന്നു, സ്വന്തം പ്രൊഫൈലിൽ കാണാൻ പാടില്ല. ടാർഗറ്റ് ഉള്ളവരിൽ ഏതൊക്കെ ഫീൽഡ് കാണണം കാണണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്നത് അവിടെയാണ്. പക്ഷെ സൂപ്പർ അഡ്മിൻ ഇങ്ങനെ റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. സൂപ്പർ അഡ്മിൻ ഒട്ടും ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു പെർമിഷൻ്റെ അകത്ത് എവരി വൺ കൊടുത്താൽ ശരിയാവൂ? ഇല്ല, എവരി വൺ കൊടുക്കാൻ പാടില്ല. ഇത് പഠിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് പെർമിഷൻ എല്ലാവർക്കും ഒരുപോലെ തലയിൽ കയറും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അത് ഞാൻ എന്നെ പൊക്കി പറയണല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഈ പെർമിഷൻ എന്ന സാധനം പഠിക്കാനായിട്ട് ഇന്നും അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. ഈവൻ ഈസി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു, അതായത് പ്രോഡക്റ്റ് കമ്പനികളിൽ ഈ RBP എന്ന് പറയുന്നത് ഒരു എന്തോ വലിയ സംഭവമായിട്ട് ഒരു മോഡ്യൂൾ ആയിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു മോഡ്യൂൾ അല്ല. ഇത് വെറും ഒരു പെർമിഷൻ ആണ്. ഫങ്ഷണൽ കൺസൾട്ടന്റിന് ഇത് വെറും ഒരു പെർമിഷൻ മാത്രമാണ്. പക്ഷെ ഒരു ക്ലയന്റ് കമ്പനിക്ക് അതൊരു മോഡ്യൂൾ. അതിനു വേണ്ടി 3-4 പേര് ഇരിക്കും.
കാരണം ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്ന ഒരു ജർമ്മൻ കമ്പനിയിൽ, അലിയൻസ് ടെക്നോളജിയിലാണ്, ഡയറക്റ്റ് ജർമ്മനിയിൽ. അപ്പം അവിടെ ആ കമ്പനി വർക്ക് ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നല്ലോ അത് പ്രൊഡക്റ്റ് കമ്പനിയാണെന്നുള്ളത്. ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പ്രൊഡക്റ്റ് കമ്പനിയായിരുന്നു. അവിടെ RBPക്ക് വേണ്ടി മാത്രം 5 പേര്. ഞാൻ ഫങ്ഷണൽ കൺസൾട്ട് ആയപ്പോഴേ മനസ്സിലായത് ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ കമ്പനിക്ക് അറിയാൻ ചാൻസ് ഇല്ല. കമ്പനിക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം സുരാഗാണ് ഇപ്പോ റോയൽ ചലഞ്ച് എന്ന് പറയുന്ന ഒരു കുപ്പി കമ്പനി, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു കമ്പനി തനിക്കുണ്ട്. ആ കമ്പനിയിൽ താൻ 2 കൺസൾട്ടൻസിനെ കൊണ്ടുവരുന്നുണ്ട്, എക്സെഞ്ചറെന്നോ എവിടെന്നെങ്കിലും. താൻ പ്രൊഡക്റ്റ് കമ്പനിയാണ്, സാധനം വിൽക്കുന്നത്. പക്ഷെ തന്റെ കമ്പനിയിലെ സെൻസിറ്റീവ് ഡാറ്റ കൂടുതലും ആര് കാണണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് താനല്ലേ, ഞാനല്ലല്ലോ. അല്ല, അപ്പുറത്തെ കമ്പനിയിൽ നിന്ന് വന്ന കൺസൾട്ടന്റ് ആയിട്ടുള്ള ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, താനല്ലേ തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ ബാക്ക് എൻഡിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, കുഴപ്പമില്ല. ഈ RBPയുടെ സെറ്റിങ്സും കാര്യങ്ങളും ആര് കാണണം വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഡെഡിക്കേറ്റഡ് ടീമായിട്ട് വയ്ക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഒരുപാട് ഫങ്ഷണാലിറ്റി എന്താന്നുള്ളതെന്ന് സുരാഗിന് അറിയില്ല, കമ്പനി ഓണർ എന്ന രീതിയിൽ അറിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കമ്പനിയുടെ ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 5 10 വരെ നിർത്തിയാലും നമുക്കൊന്നും പറയാൻ പറ്റൂല. ബട്ട് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവർക്ക് അതാണ് സേഫ് എന്ന് തോന്നുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. ഓക്കെ. അപ്പൊ ഇതാണ് RBP എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വരും, ഒരുപാട് പ്രാവശ്യം ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം സിസ്റ്റം അഡ്മിനിൽ ഞാൻ തിരിച്ചു പോയിട്ട് എവരിവൺ കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും കയറി ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കയറി എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നിരിക്കോ, നമ്മുടെ ആക്സസ് എല്ലാം പോയി. ഇൻസ്റ്റന്റ്ലി ഇവിടുന്ന് പോവും. പിന്നെ ഇൻസ്റ്റന്റ്ലി പോകുന്നില്ല, ഒരു റിഫ്രഷ് അടിക്കാൻ പോയിക്കോളും. ഇപ്പം അറിയും കൂടെ ഇല്ല. എംപ്ലോയി ഓളെന്ന് കൊടുക്കും. കാരണം ഇത് പഠിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ടാണ്. റിയൽ സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ വരത്തൊന്നുമില്ല. ഇനി സേഫ് ആണ്, കാരണം ആരും കയറി ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഗ്രൂപ്പ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാ ചെയ്തിട്ട് പോയെന്നുള്ള എംപ്ലോയി അങ്ങനെ എന്തെങ്കിലും ഒരു പണി തരണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തു വിചാരിക്കുക. അപ്പൊ അത് ആരുടെ സൈഡിൽ നിന്നാണ് ഉണ്ടായത്, അങ്ങനെ എന്തെങ്കിലും ഇതില് നമുക്കറിയാൻ പറ്റുമോ? എല്ലാം അറിയാൻ പറ്റും. RBPയിൽ പോയി കഴിഞ്ഞാൽ, അതായത് റോൾസ്, മാനേജ് പെർമിഷൻ റോൾസിൽ പോയി കഴിഞ്ഞാൽ ഓരോ റോളും സെലക്ട് ചെയ്യുമ്പോൾ അവിടെ മുകളിൽ ലാസ്റ്റ് മോഡിഫൈഡ് എപ്പോഴാണ്, ആരാണ് മോഡിഫൈ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി ഇതിനു മുന്നേ ഉള്ള ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഹിസ്റ്ററി കണ്ടോ, റൈറ്റ് സൈഡ് ടോപ്പില്. ഈ വ്യൂ ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആര് എപ്പോ ഏത് ദിവസം ഏത് സമയത്ത് മോഡിഫൈ ചെയ്തു. ഇനി അവസാനത്തെ 2 എണ്ണം തമ്മിലുള്ള കമ്പയർ ചെയ്യാൻ പറ്റും. 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്താൽ കാണുന്നുണ്ടല്ലോ അല്ലെ, കാണുന്നുണ്ടോ? 12 ജനുവരി ഉള്ളതും 13 ജനുവരി ഉള്ളതും രണ്ടും തമ്മിൽ ടിക്ക് ചെയ്തിട്ട് കമ്പയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷോ ഡിഫറൻസ് എന്ന് കൊടുത്താൽ പെർമിഷൻസിൽ വ്യത്യാസമൊന്നുമില്ല, അസൈൻമെന്റിൽ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ RBP ഒള്ളി എസിൽ നിന്ന് നോ ആക്കി, മറ്റേ അൺടിക്ക് ചെയ്തില്ലേ, അത് ചെയ്തു. ഇനി ആദ്യത്തതും ഇനി ഇതും തമ്മിലുള്ള വ്യത്യാസം കമ്പയർ കൊടുക്കുക, ഷോ ഡിഫറൻസ്. ഇതാണ് ഡിഫറൻസ്. ഈ ഒരു പെർമിഷൻ കറന്റ്ലി ഉണ്ട്, കറണ്ടിലാണ് കിടക്കുന്നുണ്ടോ, കറന്റ്ലി ഉണ്ട്, നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ടെന്നുള്ള രീതിയിൽ. ഇനി ഇതും തമ്മിൽ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി, ഇതും തമ്മിലുള്ള കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ ഷോ ഡിഫറൻസ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് കാണാൻ പറ്റും, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഈ ബോണിമേയും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ
ഇത്രയും കാര്യം വ്യത്യാസമുണ്ട് കണ്ടോ. അതായത് വെറും ജനുവരി 12 11:48 AM ജനുവരി 12 4:10 PM ബോണി മേസൺ, കാര എ ക്യാമ്പൽ എന്ന് പറയുന്നവർ തമ്മിലുള്ള വ്യത്യാസം ഈ പച്ച എന്ന് പറഞ്ഞ അഡീഷണൽ ആഡ് ചെയ്ത എപ്പോഴും അഡീഷണൽ ആഡ് ചെയ്തത് രണ്ടാമതല്ലേ 4:10 ചേഞ്ച് ആണത്. കാണുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചുമ്മാ കയറി കളിക്കാൻ പറ്റില്ല. നമുക്ക് അല്ലാതെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം, പക്ഷെ അല്ലാതെ തന്നെ എല്ലാം കാണാം. ഈ ഇങ്ങനെ ആവുന്ന കാര്യങ്ങളെ വിളിക്കുന്നതിന്റെ പേര്, അതായത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ്, ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ടൈം സ്റ്റാമ്പ്, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം അതെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ആരും ചുമ്മാ കയറി കളിച്ചിട്ട് പോകത്തൊന്നുമില്ല. റെക്കോർഡ് കിടക്കുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ആ ഹിസ്റ്ററി ക്യാപ്ചർ ആയത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാ? ഈവൻ ലൈക് ഹിസ്റ്ററിയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സിസ്റ്റം ലെവൽസ് ആണല്ലേ, അഡ്മിൻസിന് പോലും പറ്റില്ലല്ലോ. ഇല്ല പറ്റില്ല. ഇത് പറ്റുന്നില്ല. കാരണം ഇത് SAP വിചാരിച്ചാൽ നടക്കുമായിരിക്കും, പക്ഷെ അങ്ങനെ അവർ ചെയ്യാൻ പോവാണെങ്കിൽ പിന്നെ അല്ല, അങ്ങനെ അത് ചെയ്യത്തില്ല. അത് ചെയ്യത്തില്ല. കാരണം ഒരിക്കലും ടാമ്പർ ചെയ്യാതിരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത്. ഒരിക്കലും ടാമ്പർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവരത് ഓരോന്നും ചെയ്യുന്നത്. ഓക്കെ, 2016 മുതലുള്ളത്, അല്ല 2016 അല്ല, 2013 2012 സംതിങ് മുതൽ തുടങ്ങിയ 11 ഉണ്ടോ? എന്താ പറയാ, ട്രയൽ ഇൻസ്റ്റൻസിന്റെ ഇതല്ലേ പറയുന്നത് ഹിസ്റ്ററി. ഈ സിസ്റ്റം അവര് ലൈസൻസ് എടുത്ത അന്ന് മുതൽ നടന്ന എല്ലാ ഇതും ഉണ്ട്. ലൈസൻസ് എന്നെടുത്തോ 2011 മുതലുള്ള എല്ലാ ചേഞ്ചസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പെർമിഷനായി. പെർമിഷൻ ഇത് നല്ലോണം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, നോക്കണം. കുറച്ച് ചില ചേഞ്ചസ് ചെയ്ത് പഠിച്ചാൽ മതി. മുഴുവനുമായിട്ടും ഈ അസൈൻമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാണിച്ചതൊന്നല്ലാതെ വേറെ വല്ല പെർമിഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്ത് അങ്ങനെ നോക്കാൻ അത് റിസ്കിയാണ്. ബട്ട് ഇല്ല പറ്റും. ഇപ്പം ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ സിസ്റ്റം അഡ്മിനിൽ എവരിവൺ കിടക്കുന്നോളം കാലം അത് അസൈൻമെന്റിൽ എവരിവൺ സൂപ്പർ അഡ്മിൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ, പേടിക്കേണ്ട, എവരിവൺ ആണ്. ഈ എവരിവൺ കിടക്കുന്നോളം കാലം ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്തതുപോലെ നോക്കി ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ആവും. പ്രാക്ടീസ് എങ്ങനെയാണ്? ആദ്യം സൂപ്പർ അഡ്മിനിൽ നമ്മുടെ ഗ്രൂപ്പിനെ കൊണ്ടുവരിക. ആ ഗ്രൂപ്പിൽ ഇവരുണ്ടായിരിക്കണം. ഏത് പ്രൊഫൈലാണോ നിങ്ങൾക്ക് തരുന്നത് ആക്സസ്, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇവരുടെ പേരിലായിരിക്കില്ല, വേറെ പേരിലായിരിക്കും. അതിവിടെ ഉണ്ടായിരിക്കണം. ഓൾ എംപ്ലോയീസ് കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് നോക്കേണ്ടത് ഈ HR റോള്, ഈ മാനേജർ റോള്, API യൂസേഴ്സ്, ഇതിൻ്റെ അകത്തെല്ലാം ഈ എവരിവൺ ആണെങ്കിൽ അത് മാറ്റി മാനേജർ ആണെങ്കിൽ മാനേജർ റോൾ. ഞാൻ കാണിച്ചല്ലോ എങ്ങനെയാന്നുള്ളത്. മാനേജർ റോൾ എന്ന് പറയുമ്പോൾ എഡിറ്റ് കൊടുക്കുക. ഈ ഗ്രാൻഡിൽ എംപ്ലോയിക്ക് പകരവും HR-ന് പകരവും മാനേജേഴ്സ് ഇറക്കുന്നുണ്ട്. മാനേജർ ഓൾ, എംപ്ലോയി ഓൾ ആണെങ്കിൽ എംപ്ലോയി ഓൾ, HR ആണെങ്കിൽ HR മാനേജർ ഓൾ. മനസ്സിലായോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലായിടത്തും എവരിവൺ കിടന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പണി കിട്ടും. ഇനിയും അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HR റോളില് ഇവിടെ ഇപ്പൊ എവരിവണ്ണ കിടക്കുന്നു വിചാരിച്ചോ, ഈ എക്സ്ക്ലൂഡ് കിടപ്പുണ്ടെങ്കിൽ സീനില്ല. കാരണം ആ റോൾ അനുസരിച്ച് അതിരിക്കുന്നവർക്കാർക്കും ഈ റോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ വർക്കാകില്ല എന്നല്ലേ. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഞാൻ തന്ന റെക്കോർഡ്, ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത് പല സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ പഠിക്കും. പക്ഷെ പേടിക്കണ്ട, ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും ഇവിടെ വരണം. എപ്പോഴും ഇവിടെ വന്നിട്ട് ഇത് പെർമിഷൻ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. ഇനിയെല്ലാം നമ്മൾ കോൺഫിഗറേഷനെ പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോ കഴിഞ്ഞു, ബേസിക് കഴിഞ്ഞു. ഇനി ബിസിനസ് റൂൾ എന്നൊരു ബേസിക്കും കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഹൈ ലെവൽ കോൺഫിഗറേഷനിലാണ് പോകുന്നത്. ആ ബേസിക് നമ്മളിപ്പം ഇപ്പൊ ഒരു 2 ബിസിനസ് റൂൾ ഇപ്പൊ നമ്മൾ പഠിക്കും. ബാക്കി നാളെ, ഇന്ന് നാളെ 15 വരെ നമ്മൾ ബിസിനസ് റൂളിന്റെയും കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 16-ാം തീയതി ഇല്ല, 19 ഇല്ല, 20-ാം തീയതി തൊട്ട് ഫുൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 20-ാം തീയതി മുതൽ
നമ്മൾ 25% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഹൈ ലെവൽ കോൺഫിഗറേഷൻ, അതായത് ആദ്യം ഇവിടെ സ്ക്രീൻ ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ഹൈ ലെവൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം സുരാഗിന് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ ബേസിക് എന്ന് പറഞ്ഞാൽ പോലും എത്രത്തോളമാണ് ബേസിക് പഠിപ്പിക്കുന്നുള്ളത്. അല്ലാതെ ഞാൻ ഇത് ABCD എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ബേസിക് അല്ല, ഒന്നും ഇതിനോട്ട് കാര്യമില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും പാടെന്ന് പറയുന്നത് പല കൺസൾട്ടൻസിനും. ലുക്ക്, കൺസൾട്ടൻസിന് തന്നെ വർക്ക് ചെയ്യുന്നത് പോലെ എളുപ്പമല്ല പഠിപ്പിക്കുന്നത്. കാരണം സ്റ്റുഡന്റിന്റെ ചോദ്യങ്ങൾ പല രീതിയിൽ വരും. സ്റ്റുഡന്റിന് പല രീതിയിലുള്ള ഐഡിയാസ് ആയിരിക്കും. ഓരോ സ്റ്റുഡന്റ് ബ്രെയിൻ വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാടും. ഓക്കെ, ഈ ടൂൾ അതുപോലെ ഇരുന്നോട്ടെ. നമ്മളിനി നമ്മുടെ എംപ്ലോയി പ്രൊഫൈലിൽ പോകുന്നു. നമ്മുടെ പ്രൊഫൈലോ ഏത് പ്രൊഫൈലോ കുഴപ്പമൊന്നുമില്ല. പേഴ്സണൽ ഇൻഫോർമേഷനിലോട്ട് പോവാം. ഇവിടെ നമുക്ക് എഡിറ്റ്, ഈ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന ഫീൽഡ് കണ്ടോ? ഈ ഫീൽഡിൽ ഇപ്പൊ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ മാരിറ്റൽ സ്റ്റാറ്റസ് സിൻസ് എന്ന് പറയുന്ന ഫീൽഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സിംഗിൾ ആണെങ്കിലോ? വേണ്ട. സിംഗിൾ ആണെങ്കിൽ കല്യാണം കഴിച്ചില്ലല്ലോ. വിഡോഡും വേണ്ട, ഡിവോഴ്സും വേണ്ട. മാരീഡ് ആണെങ്കിൽ മാത്രമേ ഇത് വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് പിക്ക് ലിസ്റ്റ് അല്ല, ഇതൊക്കെ പിക്ക് ലിസ്റ്റ് ആണ്. ഞാൻ പറയുന്നത് പാരന്റ് ചൈൽഡ് പിക്ക് ലിസ്റ്റ് അല്ല. കാരണം ഇതൊരു പിക്ക് ലിസ്റ്റ് ഫീൽഡും ഇതൊരു ഡേറ്റ് ഫീൽഡുമാണ്. അപ്പം ഇവിടെ മാരീഡ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രം ഈ ഫീൽഡ് വരിക. മാരീഡ് എന്ന് സെലക്ട് അല്ല, വേറെ ഏത് സെലക്ട് ചെയ്താലും ഈ ഫീൽഡ് കാണാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ ആണോ? ഇതിന് ബിസിനസ് റൂൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ് റൂൾ. ഇതും മാനേജ് പെർമിഷൻ റോൾസ് പോലെ തന്നെ ബിസിനസ് റൂളും ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ബാക്ക് ബോൺ ആണ്. വൺ ഓഫ് ദ ബാക്ക് ബോൺ. മാനേജ് ബിസിനസ് പെർമിഷൻ അല്ലെങ്കിൽ RBP എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ബാക്ക് ബോൺ ആണെങ്കിൽ ബിസിനസ് റൂൾസും വൺ ഓഫ് ദ. ഇത് കണ്ടീഷൻ ആണ്, ഇത് കോഡല്ല, കണ്ടീഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഇതിനുള്ള ടൂളിന്റെ പേരാണ് മാനേജ് അല്ലെങ്കിൽ കോൺഫിഗർ ബിസിനസ് റൂൾസ്. കോൺഫിഗർ ബിസിനസ് റൂൾസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ആലോചിക്കുക, നമ്മള് പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർട്ട്ലെറ്റിലാണ് ഈ റൂള് കൊണ്ടുവരാൻ പോകുന്നത്. ഈ പേഴ്സണൽ അപ്പൊ ആലോചിക്കേണ്ടത്, പേഴ്സണൽ ഇൻഫോർമേഷൻ ഏത് ഡാറ്റ മോഡലാണ്? സക്സഷൻ ഡാറ്റ മോഡൽ അല്ലേ? ഇത് എംപ്ലോയിഡ് ഇൻഫോർമേഷൻ അല്ലേ? സക്സഷൻ ഡാറ്റ മോഡൽ ആവുമ്പോഴേക്കും അതിന്റെ ടൂൾ എന്ന് പറയുന്നത് മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ അല്ലേ? സുരേഖ് ഒരു മിനിറ്റ്. അപ്പൊ മാനേജ് ബിസിനസ്. അപ്പൊ ഏതൊക്കെ ടൂള് വീണ്ടും ആക്സസ് ചെയ്യുന്ന ആലോചിക്കുക. എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ആലോചിക്കണം. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ആണ് വരേണ്ടത്. അതിന്റെ അകത്താണ് ഈ പേഴ്സണൽ ഇൻഫോ എന്ന് പറയുന്ന, പേഴ്സണൽ ഇൻഫോ, നോട്ട് പേഴ്സണൽ ഇൻഫോ, പേഴ്സണൽ ഇൻഫോ കിടക്കുന്നത്. ഇവിടെയാണ് ആ ഫീൽഡുകൾ കിടക്കുന്നത്. എവിടെയാണ്? മാരേജ് സ്റ്റാറ്റസ്, മാരിറ്റൽ സ്റ്റാറ്റസും മാരിറ്റൽ സ്റ്റാറ്റസ് സിൻസും ഇല്ലേ? ഇനി വേണം നമ്മൾ റൂൾ എടുക്കാനായിട്ട്. റൂള് പോകുന്നത് കോൺഫിഗർ ബിസിനസ് റൂൾ. കോൺഫിഗർ ബിസിനസ് റൂൾ. കോൺഫിഗർ ബിസിനസ് റൂൾ. നമ്മൾ പിക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ആ പ്ലസ് ഐക്കൺ ക്രിയേറ്റ് ന്യൂ റൂൾ സെലക്ട് ചെയ്യുക. ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കുള്ളതല്ല. ഇതിലിപ്പോ റിക്രൂട്ട്മെന്റ് ടീമിനുള്ളതുണ്ട്, ടാലന്റ് ഇന്റലിജൻസ് ഹബ് ഉണ്ട്, പിന്നെ കോമ്പൻസേഷൻ വേരിയബിൾ പേ ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊന്നും നമുക്കുള്ളതല്ല. നമുക്കുള്ളത് വേറെ കാര്യങ്ങളാണ്.
ഇനി പെട്ടെന്ന് ഏത് റൂൾ എഴുതണം എന്ന് ആലോചിക്കാനാണെങ്കിൽ വീണ്ടും ഒരു ടൈപ്പ് ഓഫ് ക്ലൂ ഉണ്ട്. ഇത് പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ആണ്, കസ്റ്റം അല്ല. കസ്റ്റമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് SAP ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സക്സഷൻ ഡാറ്റ പോർട്ടലെറ്റ് ആണ്, അല്ലേ? എംപ്ലോയുമായിട്ട് ബന്ധപ്പെട്ടും എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഒരു പോർട്ടലെറ്റുമായിട്ട് അത് എംപ്ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എപ്പോഴും നമ്മൾ എംപ്ലോയി സെൻട്രൽ കോറെ സെലക്ട് ചെയ്യണം. വേറെ ഒന്നും ആലോചിക്കരുത്. എംപ്ലോയി സെൻട്രൽ കോർ. ഈ എംപ്ലോയി സെൻട്രൽ കോറിന്റെ അകത്ത്, അതായത് സക്സഷൻ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു HRIS എലമെന്റും, ഇതല്ലേ HRIS എലമെന്റ്, ഈ HRIS എലമെന്റ് അല്ലേ ഫ്രണ്ട് എൻഡിൽ പോർട്ടലെറ്റ് ആയിട്ട് കാണുന്നത്. അപ്പം ഏതൊരു HRIS എലമെന്റോ അതിലുള്ള ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂൾ എഴുതാൻ പോവുകയാണെങ്കിൽ അത് എംപ്ലോയി സെൻട്രൽ കോർ ആണ്. ഇനി 2 തരം റൂള് ബേസിക്കലി ആദ്യം പഠിക്കണം. ഒന്ന് ഓൺ ചേഞ്ച്, ഒന്ന് ഓൺ സേവ്. ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പേഴ്സണൽ ഇൻഫോർമേഷനിൽ വന്നിട്ട് എഡിറ്റ് ചെയ്തു. ഞാൻ ഇവിടെ മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് എന്ന് സെലക്ട് ചെയ്താൽ അപ്പൊ തന്നെ ഫീൽഡ് വരണം, ഇല്ലെങ്കിൽ വരാൻ പാടില്ല. പക്ഷെ ഞാൻ സേവ് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. അപ്പം ഓൺ ദ സ്ക്രീനിൽ തന്നെ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ചേഞ്ച് എന്ന് പറയും. സേവ് ചെയ്തതിന് ശേഷമാണ് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ സേവ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഓൺ ചേഞ്ച് ഒരു റൂളും ഓൺ സേവ് രണ്ടും ഇൻഡിപെൻഡന്റ് റൂൾസ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ചില കേസിൽ ഇതിന് കോമ്പിനേഷനും കൊണ്ടുവരേണ്ടി വരും. അതിന് വ്യത്യാസം കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഓൺ ചേഞ്ച് റൂൾ എഴുതാം, അപ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോ ഇവിടെ എംപ്ലോയി സെൻട്രൽ കോറിൽ ഏറ്റവും താഴെ വന്നാൽ ട്രിഗർ ഓൺ ചേഞ്ച് റൂൾസ് ഫോർ HRIS എലമെന്റ് എന്ന് കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? HRIS എലമെന്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ പോർട്ടലെറ്റ് അല്ലേ അത്? അപ്പം അതിൽ കൊണ്ടുവരേണ്ട ഓൺ ചേഞ്ച് റൂളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പം റൈറ്റ് സൈഡിൽ ടോപ്പിൽ റൂളിന്റെ പേര് ചോദിക്കും. പേര് നമുക്ക് കൊടുക്കാം. പേര് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ എഴുതാം, മാരിറ്റൽ സ്റ്റാറ്റസ് റൂൾ എന്ന് മാത്രം കൊടുക്കാം. റൂൾ എന്ന് മാത്രം എഴുതിയുള്ളൂ. റൂൾ ID കൊടുക്കുമ്പോൾ നമ്മൾ സ്പേസ് കൊടുക്കാനൊന്നും പാടില്ലല്ലോ, കോഡല്ലേ എഴുതേണ്ടത്. പക്ഷെ ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. റൈറ്റ് സൈഡ് എവിടെയും ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി എത്ര ഗ്യാപ്പ് ഉണ്ട് അവിടേക്ക് അണ്ടർസ്കോറിൽ വന്നോളും. സ്റ്റാർട്ട് ഡേറ്റ് ഞാൻ പറഞ്ഞു, കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സക്സസ് ഫാക്ടേഴ്സിൽ എവിടെ എഫക്റ്റീവ് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 01/01/1900 ആണ്. അതിനൊരു മാറ്റമില്ല. ചെക്ക് ലിസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളത് 01/01/1900 ആണ്. ഇനി കമ്പനി ഇന്ന ഡേറ്റ് മുതൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1/1/2026 അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൊടുക്കാം, പറഞ്ഞില്ലെങ്കിൽ ഈ ഡേറ്റ് കൊടുത്താൽ മതി. ഇനി ബേസ് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം ഓൺ ചേഞ്ച് റൂൾ ഫോർ HRIS എലമെന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് HRIS എലമെന്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഇതിലെ ഏതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അത് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്, ബേസ് ഒബ്ജക്റ്റ്. ആ ബേസ് ഒബ്ജക്റ്റിന്റെ അകത്ത് ഈ മോഡൽ എന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മോഡൽ ഇല്ലേ, അതായത് ഡാറ്റ മോഡലിനകത്തല്ലേ സക്സഷൻ ഡാറ്റ മോഡലും കോർപ്പറേറ്റ് ഡാറ്റ മോഡലും ഉള്ളത്. ഈ ഡാറ്റ മോഡലിനകത്തല്ലേ സക്സഷൻ ഡാറ്റ മോഡലും കോർപ്പറേറ്റ് ഡാറ്റ മോഡലും ഉള്ളത്. ഇപ്പം സക്സഷൻ ഡാറ്റ മോഡലല്ലേ HRIS എലമെന്റ് കിടക്കുന്നത്, പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ല. ആ മോഡലാണ് ഇവിടെ വരുന്ന ഈ മോഡൽ. അഡ്രസ് മോഡൽ, കോമ്പൻസേഷൻ ഇൻഫോർമേഷൻ മോഡൽ, ഡിപെൻഡൻസ് മോഡൽ. ഇപ്പൊ നമുക്ക് വേണ്ടത് പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ. 2 പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡലുണ്ട്. അത് ഗ്ലിച്ച് ആണ്, രണ്ടാമത്തെ എടുത്താൽ മതി. കണ്ടിന്യൂ. അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ ഇപ്പൊ നോക്കിയേ, ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ട്രിഗർ ഓൺ ചേഞ്ച് റൂൾ ഫോർ HRIS എലമെന്റ് ആണ്. ഏത് HRIS എലമെന്റ് എന്നുള്ളത് ബേസ് ഒബ്ജക്റ്റ് നമ്മൾ കൊടുത്തു, പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡലാണ്. കറക്റ്റ് അല്ലേ? റൂളിന്റെ പേരും കൊടുത്തിട്ടുണ്ട്, റൂളിന്റെ ID ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ഡേറ്റും വന്നിട്ടുണ്ട്. ഇനി
ഇഫ് കണ്ടീഷൻ, ഇഫും ദെന്നും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കണം എന്നാ പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ്. ഇഫ് യുവർ നെയിം ഇസ് സുരാഗ് then you are a man. If your name is Suragi then you are a woman. മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ഒരു ഇത് സെറ്റ് ചെയ്യുന്ന പോലെ അതെ അതെ അതെ. അപ്പൊ ഇഫ് ഓട്ടോമേഷൻ പോലെ. അതെ അതെ ഓട്ടോമേഷൻ തന്നെ. ഈ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ആയത് സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഇഫ് കണ്ടീഷനിൽ ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പം ഇപ്പൊ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉള്ള ഫീൽഡുകളെ കാണത്തുള്ളൂ. ഇപ്പൊ പേഴ്സണൽ ഇൻഫോർമേഷനിലുള്ള ഈ ഫീൽഡുകൾ അല്ലെങ്കിൽ ഈ ഫീൽഡുകളായിരിക്കും എനേബിൾ ആയിട്ടുള്ള ഫീൽഡുകളായിരിക്കും അവിടെ അപ്പിയർ ചെയ്യുന്നത്. ഇഫ് പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഗ്ലിച്ച് വന്നപ്പോഴേക്കും ഞാൻ രണ്ടാമത് സെലക്ട് ചെയ്യുന്നത് പറഞ്ഞത് ആദ്യം സെലക്ട് ചെയ്താൽ മതി. ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ റൂൾ, എംപ്ലോയി സെൻട്രൽ കോഡ്, ട്രിഗർ ഓൺ ചേഞ്ച് റൂൾസ്, റൂൾ നെയിം മാത്രം കൊടുക്കുക. റൂൾ വന്നു. ബേസ് ഒബ്ജക്റ്റ്, പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ, ഇത് മാത്രമേ ഗ്ലിച്ച് ഉള്ളൂ. ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ. ഇഫ് കണ്ടീഷൻ, പേഴ്സണൽ ഇൻഫോർമേഷനിലെ എല്ലാ ഫീൽഡും ഉണ്ട്. നമുക്ക് വേറെ മാച്ച് സ്റ്റാറ്റസ് അല്ലേ? ഇപ്പൊ രണ്ട് രീതിയിൽ എനിക്ക് എഴുതാം. ഈ മാച്ച് സ്റ്റാറ്റസിന് പ്ലസ് ഐക്കോൺ സെലക്ട് ചെയ്യുക, വാല്യൂ എന്ന് കൊടുക്കുന്നു. മാച്ച് സ്റ്റാറ്റസിന്റെ അകത്തുള്ള വാല്യൂ, മാച്ച് സ്റ്റാറ്റസിന്റെ വാല്യൂ ഇത്രയും കിടക്കുകയല്ലേ? ഡിവോഴ്സ്, മാരീഡ്, സിംഗിൾ, ഡിവോർഡ്. എനിക്ക് വേണമെങ്കിൽ മാച്ച് സ്റ്റാറ്റസ് മാരീഡ് ആണെങ്കിൽ then set. മാരിറ്റൽ സ്റ്റാറ്റസ് സിൻസ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വിസിബിലിറ്റി കണ്ടോ? വിസിബിലിറ്റി വാല്യൂ കൊടുക്കാം. അപ്പൊ മാരീഡ് ആണെങ്കിൽ വ്യൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ആഡ് എൽസ്. അപ്പൊ മാരീഡ് അല്ലെങ്കിൽ ഇനിയുള്ള എൽസ് എന്ന് പറയുമ്പോഴേക്കും ബാക്കിയുള്ള വാല്യൂസ് അല്ലേ? ഡിവോഴ്സും സിംഗിളും വിഡോ, ഇത് മൂന്നും ആണെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. നോക്കിയേ, ഈ ഐ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ, അതായത് പോട്ടെ, പേഴ്സണൽ ഇൻഫോർമേഷന്റെ അകത്ത് മാച്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വാല്യൂ മാരീഡ് ആണെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡലിലെ മാരിറ്റൽ സ്റ്റാറ്റസ് സിൻസ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വിസിബിലിറ്റി വ്യൂ ആവണം. എൽസ് എന്ന് പറഞ്ഞാൽ മാരീഡ് അല്ലെങ്കിൽ ഇത് സംഭവിക്കണം, രണ്ടായിരിക്കണം. കറക്റ്റ് അല്ലേ? പക്ഷെ നമ്മൾ കൺസൾട്ടൻസ് എഴുതുന്ന നല്ല തലകുത്തിന് എഴുതുമ്പോൾ കുറച്ചും കൂടെ സിസ്റ്റത്തിന് ഒരു ബോധോദയം വരുള്ളൂ. ഞാൻ എഴുതുന്നത് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു മാരീഡ് അല്ലെങ്കിൽ ഇവിടെ നണ്ണായിരിക്കണം. ആദ്യം മാരീഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാളും മാരീഡ് അല്ലെന്ന് ചെക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. സിസ്റ്റത്തിനെ നമ്മൾ ഉൾട്ട ചെയ്യിപ്പിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത്. ഈ മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് അല്ലെങ്കിൽ ഇതിന്റെ വിസിബിലിറ്റി നള്ളായിരിക്കണം. അപ്പൊ എൽസ് എന്ന് പറയുമ്പോൾ മാരീഡ് എന്നല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് നേരെ വാ നേരെ പോ എന്ന് പറയുന്ന കോൺസെപ്റ്റിനേക്കാളും തലകുത്തിനെ പോകുന്ന കൊടുക്കുമ്പോഴേക്കും സിസ്റ്റത്തിനും കൂടെ കുറച്ചും കൂടെ ഒരു ഫങ്ഷനാലിറ്റി കൂടും. ഞാനിപ്പോ മാരീഡ് ആണെങ്കിൽ ഫീൽഡ് വരണം, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ സിസ്റ്റം എപ്പോഴും മാരീഡ് ആണോ എന്നേ നോക്കത്തില്ല. ഇവിടെ ഇപ്പൊ ഞാൻ മാരീഡ് അല്ല എന്ന് പറയുമ്പോൾ സിസ്റ്റം എപ്പോഴും മാരീഡ് ആണോ നോക്കുന്നതിനേക്കാളും മാരീഡ് അല്ലേ എന്ന് ചെക്ക് ചെയ്യത്തുള്ളൂ. നേരെ തലകുത്തിനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഫങ്ഷനാലിറ്റി കൂടും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ദെന്ന് കൊടുത്തു, ഇവിടെ എൽസ് കൊടുത്തു. എൽസ് ഇഫ് കൊടുക്കരുത്. എൽസ് ഇഫ് കൊടുത്താൽ വീണ്ടും ഇഫ് കണ്ടീഷൻ എഴുതേണ്ടി വരും. അത് വേണ്ട. നേരെ എൽസ് കൊടുത്താൽ മതി. ഇവിടെ വ്യൂ മാത്രമല്ലല്ലോ, എഡിറ്റിംഗ് ചെയ്യണ്ടേ? കണ്ടാൽ മാത്രം പോരല്ലോ, ഡേറ്റ് വാല്യൂ കൊടുക്കണ്ടേ? അപ്പോ ഈ റൈറ്റ് സൈഡിൽ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. ഒന്നും കൂടെ ഒരു വാല്യൂം കൂടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് പറയാം പേഴ്സണൽ ഇൻഫോർമേഷൻ മോഡൽ മാരിറ്റൽ സ്റ്റാറ്റസ് സെൻസ് വിസിബിലിറ്റി എഡിറ്റും കൂടെ കൊടുക്കുക. അപ്പോൾ മാരീഡ് അല്ലെങ്കിൽ കാണാനേ പറ്റില്ല, മാരീഡ് ആണെങ്കിൽ കാണാനും പറ്റണം, എഡിറ്റും ചെയ്യണം.
കറക്റ്റ് അല്ലേ? ഇനി ഓൺ ചേഞ്ച് റൂളിന്റെ മാത്രമുള്ളൊരു കുത്തകയാണ് അല്ലെങ്കിൽ പ്രത്യേകതയാണ് എപ്പോഴും ഇഫ് കണ്ടീഷനിലെ ഫീൽഡിനെ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഫീൽഡ് ഏതാണ്? മാരിറ്റൽ സ്റ്റാറ്റസ് അല്ലേ? അതെ. ആ ഫീൽഡിന്റെ അകത്താണ് ഈ റൂൾ കൊണ്ടിടേണ്ടത്. കൺട്രോൾ കോപ്പി, കോഡ് കോപ്പി ചെയ്യുക. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ടൂൾ ഓപ്പൺ ആണെങ്കിൽ റിഫ്രഷ് ചെയ്യുക, കാരണം സിസ്റ്റത്തിന് ചേഞ്ച് മനസ്സിലാവണം. എന്നിട്ട് ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പോവുക. ഫീൽഡ് ഒന്നല്ലോ, ഇതിൽ ഡീറ്റെയിൽസിൽ പോവുക. ഏറ്റവും താഴെ ട്രിഗർ റൂൾസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? നമ്മൾ ഇവിടെയും ട്രിഗർ എന്നല്ലേ കൊടുത്തിരിക്കും, ട്രിഗർ ഓൺ ചേഞ്ച് റൂൾസ്. അപ്പൊ ഈ ട്രിഗർ റൂൾസിന്റെ അവിടെ ഈ ബേസ് ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? പേഴ്സണൽ ഇൻഫർമേഷൻ മോഡൽ. അപ്പം ഈ ഇൻഫർമേഷൻ മാറ്റി മോഡൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവന്റ് ടൈപ്പ്, ഒറ്റ ഇവന്റ് ടൈപ്പേ ഉള്ളൂ, ഓൺ ചേഞ്ച്. ആ റൂൾ അങ്ങോട്ട് കൊടുക്കുക. ഓൺ ചേഞ്ച് റൂൾ എപ്പോഴും ഫീൽഡിന്റെ അകത്ത് ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഞാൻ മാരിറ്റൽ സ്റ്റാറ്റസ് ഫീൽഡ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ റൂളിലെ ഇഫ് കണ്ടീഷനിലെ ഫീൽഡ് മാരിറ്റൽ സ്റ്റാറ്റസ്. കാരണം മാരിറ്റൽ സ്റ്റാറ്റസിലല്ലേ ചെക്ക് ചെയ്യുന്നത് മാരീഡ് ആണോ ഇല്ലേ എന്നുള്ളത്. അതനുസരിച്ചല്ലേ ഈ ഫീൽഡ് വരത്തുള്ളൂ. അതായത് സുരാഗിന്റെ പേര് നോക്കിയിട്ടല്ലേ ആണാണോ പെണ്ണാണോ നോക്കുന്നത്. അപ്പൊ സുരാഗിന്റെ പേരല്ലേ അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസിലല്ലേ ഈ പിക്ക് ലിസ്റ്റ് കിടക്കുന്നത് മാരീഡ് ആണോ വിഡോ ആണോ എന്നുള്ളത്. അപ്പം ഈ ഫീൽഡിലല്ലേ ചേഞ്ച് അറിയണം. അതാ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇഫ് കണ്ടീഷൻ ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡൺ, ജസ്റ്റ് മാരിറ്റൽ സ്റ്റാറ്റസിന്റെ അവിടെ കൊടുത്തു, സേവ് കൊടുത്തു. സേവ് കൊടുത്തു കഴിഞ്ഞൊരു വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പം ഇല്ല ഇത് സിസ്റ്റം കിട്ടിയതേ ഉള്ളൂ. ഇത് ഈ SAP കാരുടെ സ്ഥിരം പരിപാടി. അവർ ഈ പഠിക്കുന്ന സിസ്റ്റത്തിൽ മാത്രം അവർ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കത്തില്ല. ബാക്കി എല്ലാ സിസ്റ്റത്തിനും ഒരു കുഴപ്പമില്ല. എനിക്കത് പഠിപ്പിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേറെ സിസ്റ്റം ഉണ്ടല്ലോ പഠിപ്പിക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? എന്തായിരുന്നു, എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എന്ന് വെച്ചാ ഇത് കഴിഞ്ഞിട്ട് മതി. കഴിഞ്ഞാൽ P3 പേയ്മെന്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന സാധനം എനേബിൾ ചെയ്താൽ ഈ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു പഴയ കോൺസെപ്റ്റ് ആണ്. ഇത് പഴയതാണ്. ഇത് അങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അത് SAPയുടെ സൈഡിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ വേറെ കാര്യം കൂടെ നോക്കട്ടെ. എന്തായാലും നമ്മള് ഇവിടെ വരെ എത്തി, കുഴപ്പമൊന്നുമില്ല. ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഇത് 2 ദിവസം കഴിയുമ്പോൾ മാറും. അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ. നമുക്ക് ഈ ഒരു പോർഷൻ നാളെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇത് നടക്കത്തില്ല. കാരണം എനിക്കിത് ഇനി റിപ്പോർട്ട് ചെയ്യണം. എററാണ്. കാരണം ഈ എറർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഈ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സാധനം ഞാനിപ്പോൾ സെലക്ട് ചെയ്താൽ
കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് അണ്ടർഫൈൻഡ് റീഡ് ഉള്ളു. കാരണം ഇത് SAP യുടെ ആണ്. ഇവിടെ ഈ പേയ്മെന്റ് ഇൻഫോ എന്നൊരു സാധനം പുതിയതായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ ഈ ഡയറക്റ്റ് ഡെപ്പോസിറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ മര്യാദയ്ക്ക് അത് കിടക്കുമായിരുന്നു. പക്ഷെ കോൺഫിഗർ ഒബ്ജക്ട് ഡെഫിനേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടലെറ്റിൽ പോയിട്ട് ഇവന്മാർ, അതായത് ഞാനിപ്പോ ഒരു ചേഞ്ച് ഇവിടെ വരുത്തുകയാണെങ്കിൽ അവന്മാർ അതിൻ്റെ അകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡ് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്താൽ എന്തോ ഒരു XML ഡാറ്റ നിങ്ങൾ പഠിക്കുക. അത് XML ഡാറ്റ മോഡൽ ഇസ് മിസ്കോൺഫിഗർഡ്. ഇറ്റ് കണ്ടെയ്ൻസ് an invalid HRS ID direct deposit. The element is disabled. The element is disabled. Direct deposit is disabled if payment information V3 is enabled. അപ്പൊ പേയ്മെന്റ് ഇൻഫോർമേഷൻ V3 എന്ന് പറഞ്ഞ സാധനം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസേബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പം എനേബിൾ ചെയ്യുന്നോണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു പൂർണ്ണമായിട്ടും ഡിസേബിൾ ചെയ്യണം. പൂർണ്ണമായിട്ട് ഡിസേബിൾ ഈ ഇൻഡു മാർക്ക് കണ്ടോ? അങ്ങനെ പൂർണ്ണമായി ഡിസേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മിസ്കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ഇത് SAPക്കേ പറ്റത്തുള്ളൂ, നമുക്ക് പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറ്റും, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷനിങ് സിസ്റ്റം ഇല്ലേ, ആ സിസ്റ്റത്തിനകത്ത് ഇത് ഈ പഠിക്കുന്ന സിസ്റ്റത്തിന് അവരത് തരത്തില്ല. അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഞാനതൊന്ന് നോക്കാം. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ഇത്രയും ചെയ്തിട്ട് നമുക്ക് നാളത്തെ സെഷനിൽ എന്റെ സിസ്റ്റത്തിൽ ചെയ്ത് കാണിച്ചുതരാം. എന്തായാലും നമ്മൾ ഇത്രയും മനസ്സിലാക്കാം. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു കെവിൻ. നാളെ കാണാം.